എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഏത്തറിൻ്റെ റിസ്ത സി ടോപ്പ് എൻഡ് മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസൈനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഫാമിലി സ്കൂട്ടറിനെ സെറ്റപ്പിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ബൾക്കി ആയിട്ടുള്ള അതുപോലെ സ്പേഷ്യസ് ആയിട്ടുള്ളതും ലോങ് ആയിട്ടുള്ളതായിട്ടുള്ള ഒരു സ്കൂട്ടറാണിത്. ഫ്രണ്ടിലെ ഡിസൈൻ നന്നായിട്ടുണ്ട്. LED യൂണിറ്റ്സ് ആണ് ഹെഡ് ലാമ്പൊക്കെ വരുന്നത്. കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. ഏതർ 450യെ അപേക്ഷിച്ചിട്ട് അത്രയും ഷാർപ്പല്ല, കുറച്ച് ഫ്ലാറ്റാണ്. പ്രൊഫൈലും കൊള്ളാം, നല്ല ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട്. റിയർ വ്യൂ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനും തോന്നി. എങ്കിലും ഓവറോൾ ഡിസൈൻ തെറ്റില്ലാത്ത ഒരു ഡിസൈനാണെന്ന് പറയാം. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു 7 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ്. ടച്ച് സ്ക്രീൻ അല്ല, നമുക്ക് അതിന് പകരം ഇവിടെ ജോയ്സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് അത്യാവശ്യം നല്ല റീഡബിലിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. നല്ല സൂപ്പറായിട്ടുള്ള ക്ലീൻ ലുക്കിലുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ഏതർ 450യിലെ പോലെ ഒക്കെ തന്നെയാണ് ഏകദേശം UI വരുന്നത്. ഇതാണ് ജോയ്സ്റ്റിക്ക് വരുന്നത്. നമുക്ക് ഇതിനകത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ്. ഈ കാണുന്ന ഫീച്ചേഴ്സ് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിൽ മാത്രമേ ഉള്ളൂ. ബേസ് വേരിയൻറ്റിൽ ഈ ഒരു ഫീച്ചേഴ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഗൂഗിൾ മാപ്പ്, അതുപോലെ കണക്റ്റഡ് ഡിവൈസ്, നമ്മുടെ ഫോൺ കണക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ വെഹിക്കിളിൻ്റെ ഈ ഒരു സ്കൂട്ടറിൻ്റെ ഡീറ്റെയിൽസ് നമുക്കറിയാനായിട്ട് നമുക്ക് ഇതിൽ പ്രസ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ബ്രൈറ്റ്നസ്സും ഡിസ്പ്ലേയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ്. ഇത് ബ്രൈറ്റ്നസ് തന്നെ കൂട്ടാനും കുറയ്ക്കാനും നമുക്കൊരു 4 ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻസ്, അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, അതുപോലെ റൈഡ് മോഡുകൾ മാറ്റാനുള്ളത്, മറ്റ് വാണിങ്സ്, മോട്ടോർ ഓൺ ആണോ ഓഫ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. പിന്നെ സ്വിച്ചിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിവേഴ്സ് മോഡിൽ പോകാനായിട്ടുള്ള ഒരു സ്വിച്ചുണ്ട്. ഇത് നമുക്ക് മോഡുകൾ ചേഞ്ച് ചെയ്യാനുള്ള ബട്ടണാണ്. ഇത് സ്റ്റാർട്ട് ബട്ടൺ. പിന്നെ ഹോൺ, ഇൻഡിക്കേറ്റർ, ജോയ്സ്റ്റിക്ക്, ഹൈ ബീം, ലോ ബീം, ഇത്രയും കാര്യങ്ങളാണ് സ്വിച്ചിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഒരു ഫിസിക്കൽ കീ ആണ് നമ്മളുടെ ചാവി വരുന്നത്. അപ്പോൾ അത് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. നമുക്ക് ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഇവിടെ ഒരു ഹോൾഡർ വരുന്നുണ്ട്. ഇവിടെയാണ് ചാർജിങ് പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ അടിഭാഗത്തായിട്ടും ചെറിയൊരു ഹോൾഡർ സെറ്റപ്പ് വരുന്നുണ്ട്. അതും വളരെ യൂസ്ഫുള്ളാണ്. വളരെ ഡീസൻ്റ് ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫുഡ് ബോർഡിൻ്റെ സൈസ് അത്യാവശ്യം നല്ല വിഡ്ത്തുണ്ട്. നല്ല സുഖമായിട്ടും അതുപോലെ ഇവിടെ നല്ല വലിപ്പമുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനും ഒക്കെ നമുക്ക് പറ്റും. പില്ലിൻ്റെ ഒരു ഫൂട്ട് റെസ്റ്റിൻ്റെ പോർഷൻ നോക്കിയാലും നല്ല വിഡ്ത്തുണ്ട്, കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഹാൻഡിൽ ബാർ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ ഗ്രിപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ കുറച്ച് വലിപ്പം കൂടുതലാണ്. ആ ഗ്രിപ്പ് നല്ലതാണ്, പക്ഷേ ഇതിൻ്റെ വലിപ്പം അല്പം കൂടെ കുറച്ചിരുന്നതിൽ നന്നായിരുന്നു. റിസ്റ്റിന് അത്രത്തോളം പെയിൻ വരത്തില്ല. നമുക്കിതിൻ്റെ എർഗണോമിക്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റാണ് ഇതിൻ്റെ അകത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് നല്ല ലോങ് ആയിട്ടുള്ള സീറ്റാണ്. അതുപോലെ വിഡ്ത്തും നല്ല രീതിക്കുണ്ട്. അത്യാവശ്യം പാഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് 2 പേരിയ്ക്കുമ്പം വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറുകിയിരിക്കേണ്ടി വരത്തില്ല. സാധാരണ സ്കൂട്ടറുകളുടെ സീറ്റ് എന്നൊക്കെ പറഞ്ഞത് ഇത്രേ വരാൻ സാധ്യതയുള്ളൂ. ഇത് ഒരു 3-4 ഇഞ്ചും കൂടെ ലെങ്ത് ഉണ്ട്. അതുപോലെ വിഡ്ത്തും കൂടുതലായതുകൊണ്ട് നമുക്ക് പില്ലിനാണെങ്കിലും വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് 2 പേര് ബാഗ് പുറത്തിട്ടിട്ട് പോയാലും വളരെ കംഫർട്ടബിളായിട്ട് ഇരുന്ന് പോകാൻ പറ്റും. പിന്നെ പില്ലിയൻ ബാക്ക് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. അത് വളരെ യൂസ്ഫുള്ളാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിലും വരുന്നുണ്ട്. അതുകൊണ്ട് പില്ലിന് വളരെ കംഫർട്ടബിളായിട്ട് പിടിച്ചിരിക്കാൻ പറ്റും. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.9 ആണ്. അപ്പോൾ എനിക്ക് വളരെ പ്ലാന്റഡ് ഫൂട്ടാണ്. അപ്പോൾ ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് എനിക്കൊരു വിഷയമല്ല. സീറ്റിൻ്റെ ഈ ഒരു സീറ്റ് ഹൈറ്റ് വെച്ചിട്ട് 780 mm ആണ്. അതേസമയം നമ്മൾ കുറച്ച് പുറകിലോട്ട് കയറിയിരിക്കുകയാണെങ്കിൽ ഹൈറ്റ് ഒരു ഇത്തിരി കൂടുതലായിട്ട് തോന്നും. അല്പം മുന്നോട്ടിരുന്ന് കഴിഞ്ഞാൽ ആ വിഷയം വരത്തില്ല. അപ്പോൾ ഒരു മീഡിയം ഹൈറ്റ് ഉള്ളവർക്ക് കുഴപ്പമില്ല, ഹൈറ്റ് കൂടിയവർക്കും പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു 170 mm അടുത്ത് വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ്. എനിക്കിതുവരെ ഹമ്പുകളിലൊക്കെ ചാടിയിട്ട് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ കംഫർട്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് വളരെ സ്പേഷ്യസ് ആയിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ സീറ്റ് കുറച്ചൊരു സ്റ്റിഫർ സൈഡിലാണ് ഇതിൻ്റെ കുഷ്യൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരുപാട് ലോങ് ട്രാവൽ ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ച് ഹാർഡാണ് റിയറിലെ. അതുകൊണ്ട് ചെറിയൊരു അടിപ്പ് നമ്മൾ സിംഗിൾ റൈഡിലാണെന്നുണ്ടെങ്കിൽ ഫീൽ ചെയ്യാറുണ്ട്. അതേസമയം പില്ലിയനും കൂടെ അല്ലെങ്കിൽ ലഗേജോ വെയിറ്റോ ക്യാരി ചെയ്തിട്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം അറിയത്തില്ല, കംഫർട്ടബിൾ ആയിരിക്കും. ഫ്രണ്ട് സസ്പെൻഷൻ അത്യാവശ്യം കംഫർട്ടബിളാണ്. ഒരു മീഡിയം സോഫ്റ്റ്നെസ് കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് എർഗണോമിക്സിൻ്റെ കാര്യം പറയാനായിട്ടുള്ളത്. ഗ്രാബ് റെയിൽ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. പിന്നെ ഇതിനകത്തെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ
നമുക്ക് 34 ലിറ്ററാണ് ബൂട്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത്. വലിയ ബൂട്ട് സ്പേസ് ആണ്. ഇവിടെ ഒരു ചെറിയ സ്പേസും കൂടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ചാർജർ ക്യാരി ചെയ്യുന്നതിന് പകരം നമ്മളിതിപ്പോൾ മാറ്റിയിട്ട് നമുക്കിപ്പോൾ ഒരു ഹെൽമെറ്റ് പൊതുവേ ഇലക്ട്രിക് സ്കൂട്ടറുകളിലാണേലും സാധാരണ ഐസ് എൻജിൻ സ്കൂട്ടറുകളിലാണേലും ബൂട്ട് സ്പേസ് കൊടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് വലിയൊരു ഹെൽമെറ്റ് വെക്കാനുള്ള ഫുൾ ഫേസ് ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസ് പൊതുവേ കുറവായിരിക്കും. പക്ഷേ സാധാരണഗതിയിൽ ഒരു വേഗയുടെയൊക്കെ ഒരു മീഡിയം ടൈപ്പിലുള്ള ഫുൾ ഫേസ് ഹെൽമെറ്റ് ഒരു പരിധി വരെ മിക്ക സ്കൂട്ടറുകളിലും സെറ്റാവും. പക്ഷേ നമുക്കിപ്പം ഡോട്ട് സർട്ടിഫിക്കേഷൻ ഉള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതുപോലത്തെ വലിയ ഹെൽമെറ്റുകൾ വെക്കണമെങ്കിൽ പൊതുവേ പാടാണ്. അല്ലെ AGV ഷോയുടെ അങ്ങനത്തെ ഹെൽമെറ്റ് വെക്കണമെങ്കിൽ പൊതുവേ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു സ്കൂട്ടറിൽ ഈ വലിയ ഹെൽമെറ്റ് സെറ്റാവും. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, വളരെ സൂപ്പറായിട്ട് അടഞ്ഞു. പൊതുവേ സ്കൂട്ടറുകളിൽ ഇത് വെക്കാൻ പറ്റിയാൽ കൂടി ഇതിൻ്റെ ഹൈറ്റ് കുറച്ച് പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഈ സീറ്റ് ഒരല്പം ഇങ്ങനെ പൊങ്ങി നിൽക്കും. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ നമുക്ക് സെറ്റായിട്ട് അടയ്ക്കാൻ പറ്റും. അപ്പോൾ അത് വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ബൂട്ട് സ്പേസ് നല്ല രീതിയിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ചാർജർ. ഇതിൽ 2 ടൈപ്പ് ചാർജർ വരുന്നുണ്ട്. ഇത് ഏതർ ഡ്യുവോ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഫാസ്റ്റർ ആയിട്ടുള്ള ചാർജറാണ്. അതുപോലെ തന്നെ ഇതിനൊരു ബേസിക് ചാർജറും കൂടെ വരുന്നുണ്ട്. അതിന് കുറച്ച് സ്ലോ ചാർജിങ് ആയിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ PMSM മോട്ടറാണ് ഇതിനകത്ത് വരുന്നത്. ബെൽറ്റ് ഡ്രൈവ് ആണ്. അതുപോലെ തന്നെ 22 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് വരുന്നുണ്ട്. ഏതർ 50യേക്കാളും ഒരു 4 ന്യൂട്ടൺ മീറ്റർ കുറവാണ്. സ്റ്റിൽ നല്ല പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 4.3 kWh ഉള്ള ഒരു മോട്ടറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. 0 to 40 ജസ്റ്റ് 4.7 സെക്കൻഡ്സ് മാത്രം മതി. പിന്നെ ഇതിൻ്റെ ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു 2 റൈഡിംഗ് മോഡ്സ് ഉണ്ട്. അതായത് സ്മാർട്ട് ഇക്കോ അതുപോലെ തന്നെ സിപ്പ് മോഡ്. സിപ്പ് മോഡ് എന്ന് പറയുന്നത് നല്ല ക്യുക്കാണ്, ഫാസ്റ്ററാണ്. 80 കിലോമീറ്ററാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് സിപ്പ് മോഡിൽ. സ്മാർട്ട് ഇക്കോയിൽ നമുക്ക് കുറച്ച് ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 70 km/h ആണ്. അത് സ്മാർട്ട് ഇക്കോ മോഡ് എന്ന് പറയുന്നത് കുറച്ച് റേഞ്ച് കൂടുതൽ കിട്ടാനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മോഡാണ്. അത് വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അതായത് നമ്മൾ പതിയെ ഓടി സ്പീഡ് കൂടുന്ന രീതിയിൽ ഒരു 30-35 വരെയൊക്കെ ക്യുക്കാണ്. അതിനുശേഷം വളരെ സ്ലോയിലാണ് പിന്നെ 70 വരെ റീച്ച് ചെയ്യുന്നത്. അത് ഫ്ലാറ്റ് റോഡിലാണെന്നുണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പിക്കപ്പ് കിട്ടുള്ളൂ. അതേസമയം സിപ്പ് മോഡ് എന്ന് പറയുന്നത് വളരെ ക്യുക്കാണ്. ഇനീഷ്യൽ പെർഫോമൻസും അടിപൊളിയാണ്, നല്ല പുള്ളിങ് ആണ്. അപ്പോൾ അത് കുറച്ച് റേഞ്ച് നേരം റെഡ്യൂസ് ആവും. ബാറ്ററിയുടെ ഡീറ്റെയിൽസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം അയൺ ബാറ്ററിയാണ്. 3.7 kWh ഉള്ള ഒരു ബാറ്ററി പാക്കാണ് ഇതിനകത്ത് വരുന്നത്. IP റേറ്റഡ് ആണ്. നമുക്കിതിൻ്റെ റേഞ്ചിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് ഇക്കോ മോഡിൽ എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ റീജൻ ഇതിൽ ആക്ടിവേറ്റഡ് ആണ്. റീജൻ ആക്ടിവേറ്റ് ചെയ്യാതെ ഞാൻ ഓടിച്ചിട്ട് 117 കിലോമീറ്ററാണ് എനിക്ക് റേഞ്ച് ടെസ്റ്റിൽ കിട്ടിയത്. അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് എനിക്ക് ആ റേഞ്ച് കിട്ടിയെന്നുള്ളത്. അതേസമയം നമ്മൾ റീജൻ ആക്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 125 കിലോമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ട്രൂ റേഞ്ചായിട്ട് സങ്കല്പിക്കാൻ പറ്റും എന്നുള്ള അതാണ് ട്രൂ റേഞ്ച് എന്ന് പറയുന്നത്. 117 എന്ന് പറയുന്നത് റീജൻ ഓഫ് ചെയ്തിട്ട് ഒരു 40-45 റേഞ്ചിൽ സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത്, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. സിപ്പ് മോഡിൽ എനിക്ക് കിട്ടിയ റേഞ്ച് എന്ന് പറയുന്നത് ട്രൂ റേഞ്ച് 105 കിലോമീറ്ററാണ്. അപ്പോൾ ആ റേഞ്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 45-50 ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റേഞ്ച് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് കൂട്ടുന്നതിലല്ല കാര്യം, നമ്മൾ ആ സ്പീഡ് കൂട്ടാൻ വേണ്ടി എങ്ങനെ ത്രോട്ടിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് കാര്യം. അതായത് വളരെ ഫാസ്റ്ററായിട്ട് ക്യുക്കായിട്ട് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് റേഞ്ച് കുറയും. അതേസമയം ഗ്രാജുവലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് സ്പീഡ് കൂടി വരുന്നതിനനുസരിച്ചിട്ട് ത്രോട്ടിൽ പയ്യെ കൊടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം പ്രശ്നമില്ല. പക്ഷേ ക്യുക്കായിട്ട് ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് വളരെ കുറവായിരിക്കും. ബാറ്ററി കൺസ്യൂം ചെയ്യുന്ന പെർസെൻറ്റേജ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ റേഞ്ച് ടെസ്റ്റിൻ്റെ വീഡിയോ ടോപ്പ് സ്പീഡിൽ 70-80 ഇടയ്ക്ക് ഞാൻ ഓടിച്ചിട്ട് സിപ്പ് മോഡിൽ എനിക്ക് എത്രത്തോളം കിട്ടിയെന്നുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കാണാം. പിന്നെ ഇതിൻ്റെ ചാർജിങ് ഡീറ്റെയിൽസ് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ 2 ചാർജേഴ്സ് ഉണ്ട്. ബേസ് മോഡലുണ്ട്, അതുപോലെ ഏതർ ഡ്യുവോ എന്ന് പറഞ്ഞിട്ടുള്ള ചാർജറും ഉണ്ട്. അപ്പം ബേസ് മോഡലിന് അത്രത്തോളം എഫിഷ്യൻ്റ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് ടൈം ഏകദേശം ഒരു 8.5 മണിക്കൂർ ഫുൾ ചാർജ് 0 to 100% എത്തണമെന്നുണ്ടെങ്കിൽ അത്രയാകും. അതേസമയം ഏതർ ഡ്യുവോയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 മണിക്കൂർ മതി 0 to 100% ചാർജ് ചെയ്യാനായിട്ട്. നമുക്കൊരു 4.5-4.25 മണിക്കൂറിനുള്ളിൽ 0 to 80% ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 20% ചാർജ് ആവണമെങ്കിൽ ഏകദേശം ഒരു 3/4 മണിക്കൂറിന് താഴെ മതി ഈ ഒരു വണ്ടിയിൽ. അപ്പം ഏതർ ഡ്യുവോ എന്ന് പറയുന്ന ആ ഒരു ചാർജർ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ചാർജിങ് ഡീറ്റെയിൽസ് പറയാനായിട്ടുള്ളത്.
ഇനി ഇതിൻ്റെ ഹാൻഡ്ലിങ് അതുപോലെ തന്നെ വെയ്റ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ്ലിങ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് വലിയ ആരോഗ്യമൊന്നും ഇല്ലാത്തവർക്കാണേലും ഈ വണ്ടി സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാം. ഏതർ 450 അപേക്ഷിച്ചിട്ട് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. ഏകദേശം ഒരു 10-14 കിലോ അടുത്ത് വെയിറ്റ് ഏതർ 450 അപേക്ഷിച്ചിട്ട് കൂടുതലാണ്. 125 കിലോ ആണ് ഇതിന് വരുന്നത്. ഏതർ 450ക്ക് എനിക്ക് തോന്നുന്നത് 111 കിലോ ആണെന്ന് തോന്നുന്നു. അപ്പം സ്റ്റിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് അത്ര പ്രശ്നമൊന്നുമില്ല, ഈസി ആയിട്ട് കൊണ്ടു നടക്കാം. വണ്ടി അത്യാവശ്യം ലോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം സിഗ്സാഗ് അടിച്ചൊക്കെ പോകുക എന്ന് പറയുന്നത് ഇത്തിരി ഒരു നമ്മളൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതല്ലാതെ നമ്മൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കെയർഫുള്ളായിട്ട് ഓടിക്കണം. വണ്ടി കുറച്ച് ലോങ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാബ് റെയിലിൻ്റെ പോർഷനൊക്കെ കുറച്ച് ലെങ്തി ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ഇനിഷ്യൽ സ്റ്റേജിൽ നിങ്ങളൊന്ന് കെയർഫുള്ളായിട്ട് ഓടിച്ച് കഴിഞ്ഞാൽ അതൊന്ന് പ്രാക്ടീസ് ആയി കഴിയുമ്പം ഓക്കെ ആവും. ഹാൻഡ്ലിങ് അത്യാവശ്യം തരക്കേടില്ലാത്ത ഹാൻഡ്ലിങ് കൊടുത്തിട്ടുണ്ട്. ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 190 സെക്ഷൻ ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. റിയറിൽ 130 സെക്ഷൻ ഡ്രം ആണ് വരുന്നത്. ബ്രേക്കിംഗ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ബ്രേക്ക് ബൈറ്റാണ് കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് നിർത്താം, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ഏതർ 450X എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഷാർപ്പാണ്, പിടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റോപ്പ് ആവുന്ന ഒരു സെറ്റപ്പാണ്. പക്ഷേ ഇത് അത്രയും ഒരു ഷാർപ്പ്നെസ് അല്ല, അതിന് പകരം നമുക്ക് കുറച്ചുകൂടെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ആണ്. ഗ്രാജുവലായിട്ട് ബ്രേക്ക് കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിർത്താൻ പറ്റുന്നുണ്ട്. ടയറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ടയർ ഗ്രിപ്പ് അത്യാവശ്യം നല്ല ഗ്രിപ്പുണ്ട്. എനിക്കിതുവരെ അത്ര പ്രശ്നമൊന്നും തോന്നിയില്ല. 90 അതുപോലെ 100 സെക്ഷനാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ടയേഴ്സ് വരുന്നത്, ട്യൂബ്ലെസ് ടയേഴ്സാണ്. ഇനി ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫൈബർ പാർട്സുകൾ ഒരുപാടുണ്ടെങ്കിൽ കൂടിയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് ഈ വണ്ടി തരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാബ് റെയിൽ തന്നെ നോക്കിയാൽ തന്നെ അറിയാം, വളരെ സ്ട്രോങ് ആണ്. നല്ല ഒരു എന്താ പറയുക, വലിയൊരു ഗ്രാബ് റെയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്വിച്ച് ക്വാളിറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പഴയ ഏത്തറിനെ അപേക്ഷിച്ചിട്ട് പുതിയ മോഡൽസിൽ നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. സ്വിച്ച് ക്വാളിറ്റിയൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ സ്വിച്ച് ക്വാളിറ്റിയും അടിപൊളിയാണ്. പിന്നെ മീറ്റർ കൺസോളിൻ്റെ കാര്യം പറഞ്ഞാൽ TFT എന്ന് പറയുന്നത് നമുക്ക് നല്ല ക്വാളിറ്റി തരുന്നുണ്ട്. ഓവറോൾ നല്ല രീതിയിലുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1.67 lakhs ആണ് ഓൺ റോഡ് കൊച്ചി വരുന്നത്. അത് വിത്തൗട്ട് പ്രോപാക്കാണ്. പ്രോപാക്കും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 20,000 അഡീഷണൽ കൊടുക്കണം. സോ 1.87 lakhs ആവും ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. പ്രൈസ് കുറച്ച് റെഡ്യൂസ് ചെയ്യാമായിരുന്നെന്ന് എനിക്ക് തോന്നി. സ്റ്റിൽ നമുക്കിതിൻ്റെ ഒരു പെർഫോമൻസും ക്വാളിറ്റിയും ഓവറോൾ ഇതിൻ്റെ കിട്ടുന്ന ട്രൂ റേഞ്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ ബൂട്ട് സ്പേസ്, സീറ്റിൻ്റെ കപ്പാസിറ്റി അതൊക്കെ നമുക്ക് കുറച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഏതർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ക്വാളിറ്റി അത് ഇതിനകത്ത് മീറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫൈനൽ വെർഡിക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഒരു പ്ലസ് പോയിൻറ്റ്സും മൈനസ് പോയിൻറ്റ്സും ഒക്കെ ഞാൻ പറയാം. ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ കാര്യം പറയാനായിട്ടുള്ളത് ഈ ഒരു ത്രോട്ടിൽ സെൻസ് ചെയ്യുന്ന ഒരു വിധം, അത് എസ്പെഷ്യലി സ്മാർട്ട് ഈക്കോ മോഡിൽ എനിക്കൊരു ചെറിയ ലാഗ് ഇടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് ഇങ്ങനെ സഡനായിട്ട് ഒരു സ്റ്റോപ്പായി പോകുന്ന പോലെ അല്ലെങ്കിൽ സ്ലോ ആകുന്ന പോലത്തെ ഒരു ഫീൽ വരുന്നുണ്ട്. നമ്മൾ ഓവറായിട്ട് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാലും അങ്ങനെ വരുന്നുണ്ട്. അതൊന്ന് സെറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. പിന്നെ വരുന്ന കാര്യം നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യമാണ്. ഇതിൻ്റെ ബ്രൈറ്റ്നസ് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ബ്രൈറ്റ്നസ് ഫുള്ളാണ് കിടക്കുന്നത്, നമുക്ക് റെഡ്യൂസ് ചെയ്യാം. പക്ഷേ നമ്മളിത് ഫുള്ളായിട്ട് ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ, മാക്സിമം ബ്രൈറ്റ്നസ്സിൽ ഓടിച്ചു കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ഒരു 1 hour ഒക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഇത് ഹീറ്റ് ആകുന്നുണ്ട് നന്നായിട്ട്. പിന്നെ വരുന്നത് നമ്മുടെ സീറ്റിൻ്റെ കാര്യമാണ്. ഈ ബാക്ക് റെസ്റ്റ് ഇവിടെ വരുന്നത് കൊണ്ട് നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കൈ ഒരല്പം ഒന്ന് കെയർഫുള്ളായിട്ട് ഇവിടെ നമ്മളൊന്ന് പിടിക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ കൈ ഇവിടെ ഒന്ന് ടച്ച് ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതൊന്ന് കെയർഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓവറോൾ തരുന്ന ഒരു സോളിഡ് ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി. പിന്നെ വന്നിരിക്കുന്നത് നല്ല പെർഫോമൻസ്, അതുപോലെ തന്നെ ട്രൂ റേഞ്ച്. പിന്നെ ഇവർ കുറേയധികം മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതിൽ വരുന്ന ടയറിൻ്റെ നമ്മുടെ വീൽസിൽ വരുന്ന ഒരു സംഗതിയുണ്ട്. പല സ്കൂട്ടറുകളുടെയും നമുക്ക് എയർ അടിക്കുന്ന സമയത്ത് എത്ര PSI എയർ പ്രഷർ കൊടുക്കണമെന്ന് നമുക്ക് പലർക്കും അത്ര ഓർമ്മ കാണത്തില്ല. അല്ലെങ്കിൽ ഫ്യൂൽ പമ്പിലൊക്കെ പോകുന്ന സമയത്ത് എയർ ഫില്ല് ചെയ്യാൻ നേരത്ത് അവർ ഒരു സ്ഥിരമായി ചെയ്യുന്ന ഒരു എയർ പ്രഷറായിരിക്കും അടിക്കുന്നത്. പക്ഷേ ഏത്തർ ഇവിടെ ഇത് കണ്ട, ഇവിടെ അവരൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. വളരെ കൺവീനിയൻസ് ആണിത്. നമുക്ക് ഈസി ആയിട്ട് ഒന്നും നോക്കാതെ 30 ഫ്രണ്ടിലും റിയറിൽ 32 എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അത് വളരെ യൂസ്ഫുള്ളാണ്, സൂപ്പർ.
അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ അത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അത് ഏതർ വരെ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സീറ്റിൻ്റെ വിഡ്ത്തും അതുപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസുമാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പക്ക ഫാമിലി സ്കൂട്ടറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ടും കൺവീനിയൻ്റ് ആയിട്ടും ഒരു സിറ്റി റൈഡ്, അതുപോലെ വീടിനടുത്തുള്ള കാര്യങ്ങളല്ലേ, ഓഫീസ് ടു ഹോം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പർപ്പസുകൾക്ക് വേണ്ടിയിട്ടും ഒരു ട്രൂ റേഞ്ച് ഓഫർ ചെയ്യുന്ന, സോളിഡ് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി തരുന്ന, ഡീസൻറ്റ് പെർഫോമൻസ് തരുന്ന, ഒരു ബിഗിനർ ഫ്രണ്ട്ലി, നല്ല രീതിയിൽ സാധനങ്ങൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പക്ക സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫാമിലി സ്കൂട്ടറാണ് ഏതർ റിസ്ത സി. അപ്പം ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ ഇടിക്കാട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കീട് വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.